പ്രതിരോധ തദ്ദേശീയവൽക്കരണത്തിലേക്കും ഇന്ത്യയുടെ വ്യോമ ആക്രമണ ശേഷി ശക്തിപ്പെടുത്തുന്നതിലേക്കുമുള്ള ഒരു പ്രധാന ചുവടുവയ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഇനി അടുത്തതായി നിർമ്മിക്കാൻ പോകുന്നത് ഹാമർ പ്രിസിഷൻ ഗൈഡഡ് ആയുധമാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഫ്രാൻസിലെ സഫ്രാൻ ഇലക്ട്രോണിക് ആൻഡ് ഡിഫൻസും ഫ്രഞ്ച് വംശജരായ ഹാമർ ആയുധ സംവിധാനം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള സംയുക്ത സംഭരണ കരാറിൽ ഇപ്പോൾ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഹൈലി അജൈൽ മോഡുലാർ മ്യൂണീഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച് എന്നതിന്റെ ചുരുക്കെഴുത്താണ് ഹാമർ. അസാധാരണമായ കൃത്യതയ്ക്കും മോഡുലാർ രൂപകൽപ്പനയ്ക്കും പേരുകേട്ട ഒരു യുദ്ധ പ്രൂവ്ഡ് കൃത്യത ഗൈഡഡ് എയർ ടു ഗ്രൗണ്ട് ആയുധമാണ് ഹാമർ. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ വ്യോമസേന കൃത്യതയുള്ള ആക്രമണങ്ങളിൽ ഈ ആയുധം വിജയകരമായി ഉപയോഗിക്കുകയും ചെയ്തു. അതായത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ഇന്ത്യയുടെ റാഫേൽ ലൈറ്റ് ടു കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അഥവാ LCA തേജസ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം വിമാന പ്ലാറ്റ്ഫോമുകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ്. അതായത് ഈ ആയുധത്തിന്റെ മോഡുലാർ ആർക്കിടെക്ചർ അതേ രീതിയിലാണ് എന്നാണ്. വിപുലീകൃത ശ്രേണിയും കൃത്യമായ മാർഗനിർദ്ദേശവും സംയോജിപ്പിച്ച് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും പൈലറ്റുമാർക്ക് കഠിനമായ അല്ലെങ്കിൽ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായ കൃത്യതയോടെ ആക്രമിക്കാനുള്ള കഴിവ് ഈ ആയുധം നൽകുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ പുതുതായി രൂപീകരിച്ച BEL സഫ്രാൻ സംയുക്ത സംരംഭത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇന്ത്യൻ നാവികസേനയുടെയും പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഹാമർ സിസ്റ്റത്തിന്റെ നിർമ്മാണം, വിതരണം, പരിപാലനം എന്നിവ പ്രാദേശികവൽക്കരിക്കുക എന്നതാണ്. കൂടാതെ പ്രധാന ഉപ അസംബ്ലികൾ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ഘടകങ്ങൾ എന്നിവ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ തദ്ദേശീയവൽക്കരണ നില ക്രമേണ 60% ഉയരും എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. ഈ നീക്കം ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ഫ്രാൻസിൽ നിന്നുള്ള ഭാവി കയറ്റുമതിക്കും നൂതന സാങ്കേതിക കൈമാറ്റത്തിനും വഴികൾ തുറക്കുകയും ചെയ്യും. പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ പ്രതിരോധ നവീകരണം ത്വരിതപ്പെടുത്തുന്ന സമയത്താണ് ഹാമറിന്റെ തദ്ദേശീയവൽക്കരണം വരുന്നത്. 100-ലധികം LCA തേജസ് വകഭേദങ്ങൾ ഉൾപ്പെടുത്താൻ IAF ലക്ഷ്യമിടുന്നതിനാലും അതേപോലെ തന്നെ നാവികസേന അതിന് കാരിയർ അധിഷ്ഠിത പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിനാലും വ്യോമ മേധാവിത്വം നിലനിർത്തുന്നതിന് ഹാമർ പോലുള്ള വൈവിധ്യമാർന്ന യുദ്ധോപകരണങ്ങൾ ഇന്ത്യക്ക് ഇപ്പോൾ നിർണായകമാണ്. ഈ നീക്കത്തെ വിദഗ്ധർ ഇരു കൂട്ടർക്കും ഒരു വിജയമായിട്ടാണ് കാണുന്നത്. കാരണം ഈ സംയുക്ത സംരംഭം പ്രാദേശിക ഉൽപാദനത്തിലൂടെ ചെലവ് കുറയ്ക്കുക മാത്രമല്ല, ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യയുടെ കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രതിരോധ വിശകലന വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം 2030 ആകുമ്പോഴേക്കും സമാനമായ സംരംഭങ്ങൾക്ക് ഇന്ത്യയെ കൃത്യതയുള്ള ആയുധങ്ങളുടെ മൊത്തം കയറ്റുമതിക്കാരനായി സ്ഥാപിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ പരീക്ഷണം ഇന്ത്യ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. ഇതിന് കാരണം മറ്റാരുമല്ല, ചൈന തന്നെയാണ്. ഇന്തോ പസഫിക് മേഖലയിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ചൈനയുടെ ഉറച്ച സമുദ്ര നയതന്ത്രം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ കൂടുതൽ നിഴൽ വീഴ്ത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. സമീപ ആഴ്ചകളിലെ 3ാമത്തെ ചൈനീസ് കപ്പലായ ഷിയാൻ 6 എന്ന ജിയോ ഫിസിക്കൽ ഗവേഷണ കപ്പലിന്റെ വരവാണ് ഇപ്പോൾ ഇതിന് കാരണമായിരിക്കുന്നത്. ചൈനയുടെ 2 കപ്പൽ ഓൾറെഡി ഈ മേഖലയിലുണ്ട്. ഷെൻഹായി ഹാവോയും ലാൻഹായും. ഈ 2 കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ചൈന വാദിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം ബ്രഹ്മോസിന്റെ മിസൈൽ പരീക്ഷണത്തിനായി വ്യോമസേനയ്ക്ക് നൽകിയിരുന്ന നോട്ടീസാണ് ഇന്ത്യ ഇപ്പോൾ പെട്ടെന്ന് റദ്ദാക്കിയിരിക്കുന്നത്. നവംബർ 25 മുതൽ നവംബർ 27 വരെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് തെക്ക് കിഴക്കായി 490 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു നോ ഫ്ലൈ കോറിഡോർ, അതായത് മലാക്ക കടലിടുക്കിനെ അഭിമുഖീകരിക്കുന്ന ഇന്ത്യയുടെ ട്രൈ സർവീസ് തിയേറ്റർ കമാൻഡ്. ഈ ഉപദേശം എന്ന് പറയുന്നത് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ വിക്ഷേപണത്തിനുള്ള തയ്യാറെടുപ്പുകളെയാണ് സൂചിപ്പിച്ചത്. ഒരുപക്ഷെ സുഖോയ് 30 MKയുടെ വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഒരു വകഭേദമായിരിക്കാം ഇന്ത്യ പരീക്ഷണത്തിന് വേണ്ടി തയ്യാറെടുത്തത്. ഇപ്പോൾ ഇവിടേക്കാണ് ഷിയാൻ 6 എന്ന ചൈനയുടെ ചാരക്കപ്പൽ കടലിടുക്ക് വഴി IORലേക്ക് കടന്നത്. ഇതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇന്ത്യ ഇപ്പോൾ ഈ റദ്ദാക്കൽ പ്രഖ്യാപിച്ചത്. ചൈനയുടെ ഈ ഒരു രീതി എന്ന് പറയുന്നത് ഇത് പുതിയതായിട്ടല്ല. 2025 ജനുവരിയിലെ സാൽവോ മോഡ് ഫയറിംഗ് പോലുള്ള ആൻഡമാനിലെ ബ്രഹ്മോസ് പരീക്ഷണങ്ങൾക്കായുള്ള മുൻകാല നോട്ടമുകളിൽ സിയായാങ് ഹോങ് 01 പോലുള്ള ചൈനീസ് ഗവേഷണ കപ്പലുകൾ സമീപത്തേക്ക് എത്തിയിരുന്നു. ഇവയുടെ സെൻസറുകൾ മിസൈൽ പാതകളിലെയും ടെലിമെട്രി ഡേറ്റ പിടിച്ചെടുക്കാൻ പ്രാരംഭം കുറിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് യാദൃച്ഛികമല്ല, ഇത് ചൈനയുടെ ഒരു രീതിയാണ്. അതേപോലെ തന്നെ 2025 മെയ് മാസത്തിൽ ഡായാങ് ഹാവോയുടെ ബംഗാൾ ഉൾക്കടലിൽ അലഞ്ഞു തിരിയുന്നതിനിടയിൽ സമാനമായ രീതിയിൽ ഇന്ത്യ ഒരു NOTAM പ്രഖ്യാപിച്ചിരുന്നു. ഇതേ രീതിയിൽ തന്നെ ചൈനയുടെ ചാരക്കപ്പൽ ഇവിടേക്ക് എത്തുകയും ഇന്ത്യ പരീക്ഷണം മാറ്റിവെക്കുകയും ചെയ്തു. ആഗോള സമുദ്ര എണ്ണയുടെ 80% കടന്നു പോകുന്ന ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നിശബ്ദ മത്സരത്തിന്റെ ഒരു വേദിയായി വളരെ കാലമായി മാറിയിരിക്കുകയാണ്. സിവിലിയൻ ആവശ്യത്തിനാണ് എന്ന് ചൈന പറയുമ്പോഴും
ചൈനയുടെ ഇരട്ട ഉപയോഗ രഹസ്യാന്വേഷണ ശേഖരത്തിനായിട്ടാണ് ചൈനയുടെ ചാരക്കപ്പലുകളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ കപ്പൽപ്പട പെരുകുകയാണ്. ലോകമെമ്പാടുമായി 60-ലധികം ഇത്തരം കപ്പലുകളാണ് ചൈനയ്ക്കുള്ളത്. ഇവയിൽ പലതും കടൽ തീരങ്ങൾ മാപ്പ് ചെയ്യുന്നതിനും പ്രവാഹങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും പ്രൊഫൈൽ അക്കോസ്റ്റിക്സിനും വേണ്ടി IORലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ സമുദ്ര ആധിപത്യത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്ന അന്തർവാഹിനി യുദ്ധം, അന്തർവാഹിനി വിരുദ്ധ പ്രവർത്തനങ്ങൾ, വിഭവ ചൂഷണം എന്നിവയ്ക്കുള്ള വിലമതിക്കാനാവാത്ത ഡേറ്റയും നൽകുന്നുണ്ട്. ചൈനീസ് അക്കാദമി ഓഫ് സയൻസിന് കീഴിലുള്ള സൗത്ത് ചൈന സീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോളജി നടത്തുന്ന 4000 ടൺ ഭാരമുള്ള ഷിയാൻ-6 ആണ് ഇപ്പോൾ ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പുതിയ കപ്പൽ. ചൈനയുടെ 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2020 ആരംഭിച്ച ഈ കപ്പൽ ജിയോ ഫിസിക്കൽ സമുദ്ര ഗവേഷണങ്ങളിൽ വൈദഗ്ധ്യം നേടിയിട്ടുമുണ്ട്. നൂതന മൾട്ടിബീം എക്കോ സൗണ്ടറുകൾ, സീസ്മിക് പ്രൊഫൈലറുകൾ, 4000 മീറ്ററിലേക്ക് ഡൈവ് ചെയ്യാൻ കഴിവുള്ള റിമോട്ടായി പ്രവർത്തിപ്പിക്കുന്ന വാഹനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഷിയാൻ-6 മുമ്പുള്ള മറ്റ് 2 കപ്പലുകൾ ഇതിനകം തന്നെ ഇവ പ്രവർത്തനത്തിലുണ്ട്. ഒന്ന് 2019 കമ്മീഷൻ ചെയ്തത്. ഏകദേശം 6800 ടൺ മദർഷിപ്പായ ഷെൻഹായി ഹാവോ ആണ് അത്. ഇതും ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ ആശങ്കാകുലരാക്കിയിട്ടുണ്ട്. കാരണം പ്രധാന അണ്ടർസീ കേബിളുകൾക്കും അന്തർവാഹിനി ചോക്ക് പോയിന്റുകൾക്ക് സമീപം രഹസ്യ കടൽ തീര മാപ്പിംഗിനായി സ്വയംഭരണ അണ്ടർ വാട്ടർ വാഹനങ്ങൾ അഥവാ AUVകൾ വിന്യസിക്കാനുള്ള കപ്പലിന്റെ കഴിവിനെ കുറിച്ചാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുണ്ടാക്കിയത്. LOC ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 2019 വിക്ഷേപിച്ച 3000 ടൺ ഭാരമുള്ള ഭീമൻ കപ്പലുകളായ ലാൻഹായ് 101 അല്ലെങ്കിൽ ലാൻഹായ് 201 എന്നിവയാണ് ലാൻഹായ് എന്ന് വിളിക്കുന്ന ചൈനയുടെ മറ്റൊരു കപ്പൽപ്പട. ആധുനിക സോണാർ അറേകളും അണ്ടർ വാട്ടർ ഡ്രോണുകളും ഘടിപ്പിച്ച ഈ ബ്ലൂ സീ ക്ലാസ് കപ്പലുകൾ ഫെബ്രുവരി മുതൽ അറബിക്കടലിൽ ബയോമാസ് വിലയിരുത്തലുകളും സ്പീഷീസ് സാമ്പിളുകളും നടത്തി വരികയാണ്. 2900-ലധികം കപ്പലുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചൈനയുടെ വിദൂര ജല മത്സ്യബന്ധന കപ്പലിനെ ശക്തിപ്പെടുത്തുന്നതിനായിട്ടാണ് ഇവയുടെ പ്രവർത്തനം. എങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റങ്ങളെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തത്സമയ ട്രാക്കിംഗ് ഒഴിവാക്കുകയും നാവിക ആസൂത്രണത്തിനായുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേകളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. കഴിഞ്ഞ മാസം ഇവർ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 400 കിലോമീറ്റർ അകലെ ലക്ഷദ്വീപിന് സമീപം തങ്ങിയിരുന്നു. ഉപഭൂഖണ്ഡത്തെ വലം ചെയ്യുന്ന ബീജിംഗിന്റെ മുത്തുകളുടെ സ്ട്രിംഗ് തന്ത്രത്തെ അറിയിക്കുന്ന ഡേറ്റ ശേഖരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ 3 ചൈനീസ് ഗവേഷണ കപ്പലുകളുടെ സാന്നിധ്യം ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണ ഏജൻസികളുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഷിയാൻ-6, ഷെൻഹായി ഹാവോ, ലാൻഹായ് എന്നിവ വിന്യാസത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം നിലവിൽ ഇരട്ട ഉപയോഗ സാധ്യതയുള്ള ശാസ്ത്രീയ അല്ലെങ്കിൽ സമുദ്രശാസ്ത്ര ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. കപ്പലിൽ നൂതനമായ സബ് ബോട്ടം പ്രൊഫൈലറുകൾ, മാഗ്നെറ്റോമീറ്ററുകൾ, മൾട്ടിബീം എക്കോ സൗണ്ടറുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുമുണ്ട്. ഇവയ്ക്ക് വിശദമായ കടൽ തീര പ്രൊഫൈലുകൾ സൃഷ്ടിക്കാൻ കഴിയും. വിഭവ പര്യവേഷണത്തിനും അന്തർവാഹിനി നാവിഗേഷനും ഇത് അത്യന്താപേക്ഷിതമാണ്. എന്തായാലും ഇന്ത്യയുടെ സമുദ്ര അതിർത്തിക്കും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് സമീപം പ്രവർത്തിക്കുന്ന വിദേശ ഗവേഷണ കപ്പലുകളുടെ ഉപഗ്രഹ നാവിക നിരീക്ഷണം ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.